അങ്ങനെ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു മുട്ടക്കറി വെച്ചാലോ? ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കാം. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ചപ്പാത്തിയും മുട്ടയും തേങ്ങാപ്പാൽ പിഴിഞ്ഞതും. വെള്ളയ്ക്ക് വെക്കാന്ന് പറയും, ഇവിടെ അമ്മ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടിട്ട് വീഡിയോയിലോട്ടൊന്ന് നിങ്ങളെ കാണിച്ച് തരാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് പേർക്കൊന്നും ഇത് അറിയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. മുട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ടയും അതിന് വേണ്ട സാധനങ്ങളും ചപ്പാത്തി ഉണ്ടാക്കാനുള്ള മാവൊക്കെ എന്ത് ചെയ്യും? ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ആശീർവാദാണ്. പിന്നെ ഇതിന് വേണ്ട സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ സാധനങ്ങൾ പരിചയപ്പെടുത്താവേ. മുട്ട വേണം, സവോള, കിഴങ്ങ്, ഇഞ്ചി, പച്ചമുളക്, പിന്നെ തേങ്ങ, കറിവേപ്പില. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മസാലാക്കൂട്ടെന്ന് പറയും. ഇത് നമ്മളിങ്ങനെ പൊടിച്ച് വെക്കത്തില്ലേ, ഇറച്ചിക്കറിക്കകത്തൊക്കെ പൊടിച്ച് ചേർക്കുന്നത്, ആ മസാലാക്കൂട്ടാണ് കേട്ടോ, പൊടിക്കാതെ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇതും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ ആദ്യം നമുക്കുണ്ടല്ലോ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ട് ഇതിലോട്ട് വരാം. നമുക്ക് ഒരു ഗ്ലാസ് കടിഞ്ചായ ഒക്കെ കുടിച്ചോണ്ട് തുടങ്ങാം. നല്ല മഴ കേട്ടോ, ഇന്നലെ നല്ല വെയില്, ഇന്ന് വേണ്ട ഭയങ്കര മഴയും. ഇടുക്കിയിലാണെങ്കിൽ ഹർത്താലും കൂടെ, അപ്പം വീട്ടിലിരിക്കാന്ന് പറഞ്ഞോ, നല്ല തണുപ്പും നല്ല മഴയും. ഇപ്പൊ നമുക്ക് ആദ്യം ചപ്പാത്തി കുഴയ്ക്കാൻ വെക്കും കേട്ടോ. ചപ്പാത്തി കുഴയ്ക്കാനായിട്ട് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിലാണ് കുഴയ്ക്കുന്നത്. എന്നാന്ന് വെച്ചാല് ചിലര് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചപ്പാത്തി കുഴയ്ക്കുന്നത് അന്നെണ്ണം വന്നപ്പോ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? നാട്ടിൻ പുറത്തോട്ട് കുഴപ്പമില്ല, പക്ഷെ ഇവിടെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ചാലുള്ള പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പായത് കൊണ്ടിട്ട് ഉറഞ്ഞു പോകും. പിന്നെ നമുക്കത് ഉരുട്ടാനും പരത്താനും ഒന്നും പറ്റുന്നില്ല. ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെക്കുവാണെങ്കിൽ നല്ല മയത്തിൽ കിട്ടും. അപ്പം നമുക്ക് ചപ്പാത്തിക്കുള്ള വെള്ളം ഞാൻ വെച്ചു. പിന്നെ ആ സമയത്ത് ഇനി നമുക്ക് മുട്ട പുഴുങ്ങാൻ വെക്കണം. മുട്ടയും കിഴങ്ങും കൂടെ കുക്കറിനകത്തോട്ട് പുഴുങ്ങാൻ വെക്കാം. ഓക്കെ, മുട്ട പുഴുങ്ങാൻ ഇടുവാണേ. ഞങ്ങൾ 3 പേർക്ക് 3 മുട്ട ഇട്ടു. കിഴങ്ങ് ഞാനുണ്ടല്ലോ കഴുകി എടുത്ത് വെച്ചേക്കുന്ന, ഇത് നമ്മൾ തൊലി കളഞ്ഞതല്ല കേട്ടോ, വേവിക്കാൻ ഇടുവാണേ. എന്നിട്ട് ഇത് നമുക്ക് അപ്പുറത്തെടുത്ത് വെക്കാം. ഇച്ചിരി ഉപ്പൂടി ഇട്ട് വെക്കാവേ. ഉപ്പിട്ട് പുഴുങ്ങാനിട്ട്, മുട്ട പുഴുങ്ങാനിട്ട പൊട്ടത്തില്ലെന്നൊക്കെ പറയുന്നേക്കാം. അങ്ങനെയൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അതിട്ട് നമുക്ക് പുഴുങ്ങാൻ വെക്കാം. ഓക്കെ, അടപ്പെടുത്തുന്നോട്ടെ. അപ്പോൾ അത് റെഡിയാക്കി. ഇനി നമുക്ക് ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കാം. വെള്ളം ചൂടായിട്ടുണ്ടേ. നേരത്തെ ഞങ്ങളുണ്ടല്ലോ ഗോതമ്പ് പൊടിപ്പിച്ചായിരുന്നു ഗോതമ്പ് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. റേഷൻ കടയിൽ ഗോതമ്പ് മേടിച്ച് നമ്മൾ പൊടിപ്പിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ ആശീർവാദിലോട്ട് തിരിഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ മഴ ചതിക്കും. എന്ന് ഗോതമ്പ് കഴുകാനിട്ടാലും അന്ന് ഇടിയും പെട്ടി മഴയായിരിക്കും. അതുകൊണ്ട് ഞാൻ ഗോതമ്പ് പൊടിക്ക് ഇപ്പോൾ ഒത്തിരി നാളായി ഇപ്പോൾ ഈ ആശീർവാദം മേടിച്ചാൽ. പക്ഷെ അത്യാവശ്യം നല്ല വിലയാണെന്ന് തോന്നുന്നു ആശീർവാദിന്, അല്ലേ? വിലയുണ്ട്. ഗോതമ്പ് നമ്മൾ റേഷൻ കടയിൽ നിന്ന് ചുമ്മാ കിട്ടുന്ന, പക്ഷേ ടേസ്റ്റ് ആണ്. റേഷൻ കടയിൽ ചുമ്മാ കിട്ടുന്നതാണ്, അതല്ല പൈസ കൊടുക്കണം. എന്നാലും ചിലപ്പോൾ നല്ല ഗോതമ്പ് കിട്ടുമായിരുന്നു. നമുക്കതല്ലേ ലാഭം. മേടിച്ച് എന്നും ചപ്പാത്തിയൊക്കെ വേണമെന്നുണ്ടെങ്കിലേ. പിന്നെ ജയിലിലെ ചപ്പാത്തി പോലുള്ള ടേസ്റ്റ് ആണെന്ന് തോന്നുന്നത് റേഷൻ കടയില്. ഇതിനെന്തായാലും നല്ല ടേസ്റ്റാ. ഇതിന് 69 രൂപയാണ് ഈ ഒരു പാക്കറ്റിന്. കുഴപ്പമില്ല, വല്ലപ്പോഴും ഉണ്ടാക്കുന്നവർക്കൊക്കെ കുഴപ്പമില്ല. ഡെയിലി ചപ്പാത്തി വേണ്ടവർക്കൊന്നും ഒരു പറ്റത്തില്ല. അവർ ചോദിക്കാൻ വരുമോ? ആശീർവാദം പ്രൊമോഷൻ ആണോ? അവരെ കളിയാക്കിയെന്ന് പറഞ്ഞു. ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. ഗോതമ്പ് പൊടി എടുത്തിട്ട് ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കാം. ചപ്പാത്തിക്ക് മാവ് ഞാൻ കുഴച്ച് കൊടുക്കാന്ന് ഓർക്കുന്നതാണ്. ഇതിനകത്തോട്ട് ഒരു പഴം, അതായത് നമ്മുടെ ഒരു പാളയംകുടം പഴവും കൂടെ ഇട്ടാൽ നല്ല അടിപൊളിയായിരിക്കും ചപ്പാത്തി ഉണ്ടാക്കും. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്ക്. പരീക്ഷണമല്ല കേട്ടോ, ചെയ്തു നോക്ക്. നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല മയമായിരിക്കും ചപ്പാത്തിക്ക്. വലിയ മറ്റേ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പഴവും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് അവർ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഇപ്പം എല്ലാം വരവ് ചപ്പാത്തി ഇല്ല, എന്നാ പാക്കറ്റ് ചപ്പാത്തി. എല്ലായിടും അതെ പാക്കറ്റ് ചപ്പാത്തി. പക്ഷെ ഞാൻ ഇന്ന് വരെ ഇവിടെ മേടിച്ചിട്ടില്ല പാക്കറ്റ് ചപ്പാത്തി. അതെ അതെ അതെ, ഇവിടെ ചപ്പാത്തി എന്നാ ഇവിടെ ഞാനിന്നൊരു മെഷീൻ ഉണ്ടല്ലോ, അത് തന്നെ കൂടുതലാണ് ഇവിടെ. ചപ്പാത്തി ഇനി പാക്കറ്റിലൂടെ മേടിക്കുന്നത് അല്ല. പക്ഷെ ഇവിടെ എന്നാ മിക്കവാറും ചപ്പാത്തി വേണം തന്നെ. വൈകുന്നേരം ചപ്പാത്തിയാ അല്ലേ? ചേട്ടൻ കുഴച്ച് സഹായിക്കാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ വെറുതെ, വല്ലപ്പോഴും കിട്ടുന്ന സഹായം നമ്മൾ ഒരിക്കലും കളയാൻ പാടില്ല. ഇന്നലെ ഒന്ന് എന്നോ ചൂടും വെയിലുമായിരുന്നു. ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് ഇന്ന്
തണുപ്പ് കൊണ്ട് ഒരു രക്ഷയില്ല. അപ്പം മഴയും ഒരു അവിഞ്ഞ മഴയല്ലേ. അപ്പോൾ കുക്കറൊക്കെ ചീറ്റി തുടങ്ങി. ഏതാണ്ട് ഒരു 5 വിസിലടിക്കണം നമുക്ക് സാധനം സെറ്റാകണമെങ്കിൽ. അതവിടെ നിന്ന് അടിക്കട്ടെ. അപ്പോൾ 5 വിസിലടിക്കണം കേട്ടോ. എന്നിട്ട് അത് ചിലപ്പം ചിലരുടെ കുക്കർ പെട്ടെന്ന് വേകുന്നതായിരിക്കും. എനിക്ക് ഇച്ചിരി താമസമുണ്ട്, അതുകൊണ്ടിട്ട് അവർ 5 വിസിലൊക്കെ അടിക്കണമെന്ന് പറഞ്ഞേ. ചിലർ പെട്ടെന്ന് വെന്ത് ഇതാവുന്നു. അതിനുള്ളവർ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു 3 വിസിലൊക്കെ അടിച്ചിട്ട് എടുത്ത് നോക്കിയിട്ട് വേണം വെക്കാനായിട്ട്. അല്ലെങ്കിൽ കിഴങ്ങ് ഭയങ്കരമായിട്ട് വെന്ത് പോകും. ഓക്കെ, അതവിടെ നിന്ന് വേകട്ടെ. ചേട്ടൻ പണി തുടർന്നു. മറ്റേ സിനിമയ്ക്കകത്ത് ഏതാണെന്നറിയോ, ആടൊരു ഭീകര ജീവിക്കാതെ ചേട്ടാ വിനായകൻ മറ്റേ പൊറോട്ട മാവ് കുഴയ്ക്കുന്ന നോട്ട് നിരോധിച്ചെന്നറിയുമ്പോഴേ മൈക്ക് ലൂപ്പിന് കൈമാറി. മൈക്ക് ലൂപ്പാണോ? മൈക്ക് ലൂപ്പോയ്ക്ക് കൈമാറി. കാരണം ചേട്ടൻ പറ. കാരണം ഞാൻ കുഴച്ച് വരുമ്പം ഇച്ചിരി വെള്ളം കൂടിപ്പോവും. പിന്നെ ഞാൻ മാവിടും, പിന്നെയും കുഴയ്ക്കും, പിന്നെയും കൂടിപ്പോവും. പിന്നെ അറിയാവുന്നവർ തന്നെ ചെയ്യുവാണെങ്കിൽ അതല്ലേ നല്ലത്. പിന്നെ ഒരു സൂത്രം കാണിച്ചു തരാം. ഇവിടെ വളരെ ക്ഷമ വേണം. ഇതുണ്ട്. ഇവിടെ തണുപ്പുണ്ടോ ഇല്ലോ എന്ന് അറിയണമെങ്കിൽ ഇവിടുത്തെ വെളിച്ചെണ്ണയാണിത്. നിങ്ങളുടെ വെളിച്ചെണ്ണ ഇങ്ങനെ ഇരിക്കുന്നത് നാട്ടുപുറത്തോട്ടൊന്നും കാണത്തില്ല ഇങ്ങനെ. ഇതുകൊണ്ട് നമ്മുടെ തണുപ്പ് കൊണ്ടിട്ട് ഈ വെളിച്ചെണ്ണ എപ്പോഴും ഇങ്ങനെ ഉറങ്ങിയിരിക്കത്തുള്ളൂ. ഇതാണ് ഇവിടുത്തെ തണുപ്പ്. ഇനി ഇതിനെ നമ്മളിനി ഉരുക്കിയെടുക്കണം. വല്ല വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇറക്കി വെക്കണം. അല്ലെങ്കിൽ ഗ്യാസ് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇങ്ങനെ കാണിക്കണം. നല്ല വെയിലൊക്കെ ആവുമ്പോൾ രാവിലെ എല്ലാ ദിവസവും അടപ്പൂരി കാണിച്ചേ. അടപ്പൂരി ഇട്ടൊന്ന് കമർത്തി കാണിച്ചേ. ഇങ്ങനെ പോകത്തില്ല. തണുപ്പാണേ. പക്ഷെ നമുക്ക് ഇന്നത്തെ മാത്രമല്ല കേട്ടോ, ഇത് എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെയായിരിക്കും. പിന്നെ ഒരു ഉച്ചയ്ക്ക് 6 ആകുമ്പോൾ കുറച്ചൊന്ന് ഉരുകിയിരിക്കും. പിന്നെ തണുപ്പാകുമ്പോൾ ഇതേ പണക്കാവും. പക്ഷെ നാട്ടുപുറത്തോട്ടൊന്നും ഇങ്ങനെ ഇല്ല തോന്നില്ലേ? അവിടെ ഇത്രയും തണുപ്പില്ലല്ലോ. അവിടെ രാവും പകലും ചൂടുള്ളൊരു തന്നെ. പക്ഷെ ഇത്രയും തണുപ്പ് വരുന്നതുകൊണ്ട് ഞങ്ങളുടെ വെളിച്ചെണ്ണ ഇങ്ങനെ ഇരിക്കും. ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചേ. ചപ്പാത്തി മാവ് നല്ലവണ്ണം കുഴച്ച് വെച്ചിട്ട് അതിന്റെ പുറത്ത് ഇച്ചിരി എണ്ണയും കൂടെ തേച്ച് വെച്ചു. അപ്പൊ നല്ല മയമാവും ഉരുട്ടുമ്പോഴത്തേക്ക്. ഇത് കണ്ടോ, ഒറ്റ ബോളായിട്ട് നല്ല സെറ്റപ്പായിട്ട് ഉരുട്ടി വെച്ചു. പിന്നെ നമ്മുടെ മുട്ടയും കിഴങ്ങും കൂടെ ചീറ്റിയിട്ട് അത് നിർത്തി വെച്ചിട്ടുണ്ട്. അന്നേരത്തേക്ക് നിന്നിട്ട് നമുക്ക് ഈ ചട്ടി അടുപ്പത്തിട്ട് വെക്കാം. ഞാൻ ഇൻഡാലിയത്തിന്റെ ചട്ടിയാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഈ വഴറ്റാനൊക്കെ എളുപ്പം ഇതുപോലത്തെ ചട്ടിയാണ്. അപ്പൊ അതിനകത്ത് വെള്ളം പറ്റുമ്പോഴത്തേക്ക് വഴറ്റാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. സബോള ഒരെണ്ണെടുത്ത് പൊളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഭയങ്കര കേട്. അടുത്ത് എടുത്തപ്പോഴത്തേക്ക് അതും അതുപോലെ തന്നെ. ഇത് കണ്ടോ, തുന്നിച്ച് നോക്കിയിട്ട് മേടിക്കാൻ പറ്റത്തില്ലല്ലോ. ചേട്ടൻ ഇതിന്റെ ഇടയ്ക്ക് കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞു കൊടുക്കാം. ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗോൾ അടിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഞാൻ ഈ വിശക്കണോ എന്നേലും ഒന്ന് കൊടുക്കട്ടെ ആദ്യം. ചായ ബിസ്ക്കറ്റ് തട്ടെ. ചട്ടി തന്നെ ഇവിടെ ചൂടാവുന്നുണ്ടേ. പൊന്നിന് അന്നേരത്തേക്ക് ഒരു ഗ്ലാസ് ചായ എടുത്ത് കൊടുക്കാം. ചായയും ബിസ്ക്കറ്റും കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നത് ഒരു സബോള എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എരിവിനനുസരിച്ചിട്ടാൽ മതി. ഇവിടെ ഒത്തിരി എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഒറ്റ പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് ആദ്യം കടുക് പൊട്ടിക്കണം. പിന്നെ നമുക്ക് ആവശ്യം വേണ്ട സാധനമാണ് തവി. വളരെ വലിയൊരു ഇൻഫർമേഷൻ ആയിപ്പോയി അല്ലേ? നല്ലൊരു കോമഡിയാണ് പറഞ്ഞത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തപ്പോഴേ ചേട്ടായി പാട് നോക്കുന്നുണ്ടോ, അപ്പൊ ഒരു സ്റ്റിക്ക് മേടിച്ചു കൊടുക്കടാ. ഞാനൊരു കുക്കിംഗ് വീഡിയോ ചെയ്തപ്പം സ്റ്റിക്കൊന്നുമല്ല, നമ്മളെ സാധാരണ എല്ലാ വീട്ടിലും ചെയ്യുമ്പോൾ അല്ല, നമ്മുടെ നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് സ്റ്റിക്ക് വെച്ചിട്ട് വേണമെങ്കിൽ നടക്കാനായിട്ട്. അന്നേരം എനിക്ക് സ്റ്റിക്ക് കിട്ടിയില്ല. അപ്പം ഞാനത് ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു. എന്നിട്ട് നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടാൽ പെട്ടെന്ന് വഴഞ്ഞു വരും. ഉഴുന്നടാ കൊച്ചിന് ബിസ്ക്കറ്റ് കൊടുത്തേക്കും. അപ്പൊ ഇത് ഇവിടെ ഇരുന്ന് വേകുമ്പോ വഴഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ചണ്ടി വെക്കാം. എളുപ്പപ്പണികൾ മാത്രം ചെയ്ത് നമുക്ക് പോവാം. ഇത് എന്നാണെങ്കിലും ഇത് വഴഞ്ഞു വരാൻ വെച്ച് സമയം എടുക്കും. അപ്പത്തേക്ക് ഞാൻ തേങ്ങ ചണ്ടി വെക്കാം. തേങ്ങാപ്പാൽ പിടിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചണ്ടി വെക്കാവേ. അപ്പൊ അതിന്റെ സവോള നല്ല ഉണക്ക് വഴഞ്ഞു വന്നിട്ടുണ്ടേ. എന്നിട്ട് അപ്പൊ ഞാൻ അതിനകത്തോട്ട് ഒരു ശക്കലം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒത്തിരി വെള്ളം ഒഴിക്കല്ലേ, തേങ്ങാപ്പാൽ 2ാം പാൽ ഒഴിക്കാനുള്ളതാണ്. അപ്പൊ ഈ സവോളക്കകത്തോട്ട് ഇത് കണ്ടോ, ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇത് കണ്ടോ, ഇത് എന്നാക്കിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യത്തിൽ പേരറിയത്തില്ല. നമ്മുടെ ഈ ഇതിനകത്തുള്ളതാണ്.
കറുവാപ്പട്ട, ഇത് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇതെന്നാ തക്കോലം. തക്കോലം എന്നാന്ന് തോന്നുന്നു ഇതിന്റെ പേര് കേട്ടോ. എനിക്ക് അതിന്റെ കറക്റ്റ് പേര് അറിയത്തില്ല. തക്കോലം എന്താണെന്ന് തോന്നുന്നു. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിനകത്തോട്ട് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്രയും കറുവപ്പട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. കറുവപ്പട്ട ഇച്ചിരി കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല. ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് നല്ല മുണക്ക് നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. ഈ കറുവപ്പട്ട ഭയങ്കര കട്ടിയാണ്. ഒത്തിരി കട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടികല്ലിനകത്തോട്ടൊന്ന് ഒന്ന് ഇടിച്ചിട്ട് ഇട്ടാലും കുഴപ്പമില്ല. അപ്പം ഇതവിടെ കിടന്ന് ശരി ശകലം കൂടെ വെള്ളം വേണം. അപ്പം ഇതൊന്ന് തിളച്ച് അതിൻ്റെ നീരൊക്കെ ഒന്ന് ഇറങ്ങട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് അന്നേരത്തേക്ക് തന്നെ ഞാൻ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പാല് പിഴിയാനുള്ളത്. മുട്ട പൊളിച്ചു വെച്ചു. പിന്നെ കിഴങ്ങ് ഒരു ശകലം കൂടെ വേകണമായിരുന്നു. അപ്പോൾ അത് വേഗം വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പാലൊന്ന് പിഴിഞ്ഞോട്ട് വരാം. എന്നിട്ട് കാണാം. ഇത് ഞാനുണ്ടല്ലോ മിക്സിക്കകത്തൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കും. തേങ്ങ ഇട്ടിട്ട് ഒരു ശകലം വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഒന്ന് മിക്സിക്കകത്തൊന്ന് കറക്കിയിട്ട് വന്നിട്ട് നമുക്കിത് പിഴിഞ്ഞെടുക്കാവേ. അപ്പോൾ പെട്ടെന്ന് നല്ല നമുക്ക് പാല് കിട്ടും. പിഴിഞ്ഞിട്ട് വരാം. അപ്പൊ ഈ കറുവപ്പട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് മൂടി വെക്കാവേ. എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാല് പിഴിയാം. നമ്മുടെ ഒന്നാം പാലാണ് കേട്ടോ. അത് നമുക്ക് ആദ്യം പിഴിഞ്ഞ് മാറ്റി വെക്കാവേ. അത് നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് ചേർക്കുന്നത്. ഒന്നാം പാലും രണ്ടാം പാലും എടുക്കുന്നത്. അപ്പം നമ്മുടെ മുട്ടക്കറിയുടെ അവസാന ഘട്ടത്തിലോട്ട് വരുവാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് സവോളയും ഇതെല്ലാം നല്ല പോണക്ക് നമ്മളിട്ട മസാലക്കൂട്ടൊക്കെ നല്ല പോണക്ക് ഇതിനകത്തോട്ട് അതിൻ്റെയൊക്കെ നീരൊക്കെ ഇറങ്ങി നല്ല സെറ്റായിട്ടുണ്ടേ. അപ്പം ഞാൻ അതുപോണക്ക് തന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ കിഴങ്ങ് വെന്ത് നല്ലത് പോണക്ക് ഉടയണം. അപ്പോൾ ഇത് കേട്ടോ ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെന്ത് തൊലി പൊളിച്ച് മുട്ടയും തൊലി പൊളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒന്നാം പാലും ഇത് ഇത് ഒന്നാം പാലും ഇത് രണ്ടാം പാലും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് അതെങ്ങനെയാന്ന് നോക്കാവേ. അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് മുട്ട ഇപ്പോഴല്ലേ ഇടുന്നത്. ഈ കിഴങ്ങ് ഇട്ട് കൊടുക്കാവേ. ഇത് ഞാൻ നല്ലത് കുണക്ക് വെന്തിട്ടുണ്ട്. ഇതിങ്ങനെ ഉടച്ചെടുത്താണേ. ഇതിട്ട് കൊടുക്കാം. കിഴങ്ങിട്ട് കൊടുത്തു. ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാവേ. രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തു. ഇത് നല്ല ഉണക്കൊന്ന് ഇളക്കി കൊടുക്കട്ടെ. എന്നിട്ട് ഇത് നല്ലത് ഉണക്ക് ചൂടാവണം. തിളക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി പിരിഞ്ഞ ഉണക്ക് കിടക്കും. പാലൊഴിച്ച് കഴിഞ്ഞിട്ട് തിളയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിരിഞ്ഞു കിടക്കും. നമ്മുടെ ഈ മോരൊക്കെ കാച്ചത്തില്ലേ, അപ്പോൾ പിരിഞ്ഞു പോകുന്ന ഉണക്ക് കിടക്കും. ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല ഉണക്ക് ചൂടായി കഴിഞ്ഞിട്ട് നിർത്താറാകുമ്പോൾ വേണം നമ്മൾ നമ്മുടെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കാൻ. കിഴങ്ങൊക്കെ നല്ല മുണക്കോടെ ഈ പരുവത്തിലിരിക്കും. നമ്മുടെ ഈ നല്ല മണം വരുന്നുണ്ട്. അതിൻ്റെ എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല മണമുണ്ട്. അതുകൊണ്ട് കിഴങ്ങൊക്കെ വെന്തുടഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുട്ട മുറിച്ചിട്ട് കൊടുക്കാവേ. ഞാൻ പുഴുങ്ങിയപ്പോൾ 3 മുട്ട കാണിച്ചായിരുന്നു. 1 മുട്ട പൊന്നു കൊണ്ടുപോയി. ബാക്കി ഞങ്ങളുടെ 2 മുട്ടയാണ് കേട്ടോ ഇത്. നിങ്ങൾ വിചാരിക്കും 3 മുട്ട കാണിച്ചിട്ട് 2 മുട്ടയിൽ ഇട്ടുള്ളെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതുകൊണ്ടിട്ട് 3 മുട്ട ഇങ്ങനെ മുട്ട 2 ആക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഉടയാതെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ഇത് ചൂടായി നല്ല പോണക്ക് ചൂടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിനോട്ട് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. ഇത് നമ്മുടെ ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കുകയാണേ. കണ്ടോ? പിന്നെ നമുക്ക് തീ നിർത്തി കൊടുക്കാവേ. ചൂടായിട്ടുണ്ട്. ചെറിയൊരു ചൂടായാൽ മതി ഒന്നാം പാല്. അപ്പം മുട്ടക്കറി റെഡിയായി. ഇനിയുള്ള പരിപാടി ചപ്പാത്തി പരത്താണ്. ചപ്പാത്തി പരത്താൻ ഇവിടെ ആൾക്കാർ കൂടുതലാണ്. പൊന്നു വേണ്ട ചപ്പാത്തി പരത്തുന്ന് കേട്ടപ്പോഴേ പൊന്നു വന്നിട്ടുണ്ട്. ഏത് തുണിയാ ഇത്? നമുക്ക് ചപ്പാത്തി പരത്താം. കറിയൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. ചപ്പാത്തിയുടെ പരിധി പെട്ടെന്ന് ചൂടാം. സമയം രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തി പരത്തിലെ ആൾക്കാരാണ് ഇതെല്ലാം. തട്ടിയിട്ട് നടക്കാൻ വയ്യ പൊന്നു. ബാ ബാ ബാ
അപ്പം നമ്മൾ ഇവിടെ വെച്ചിട്ടാട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ നല്ല ക്ലീൻ ആക്കി ഇട്ടേക്കുന്നതാണ് എപ്പോഴും. ഇപ്പം ഞാൻ തുടച്ചെടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ വെച്ച് ചപ്പാത്തി ഉണ്ടാക്കി എടുത്തിട്ട് മാറാം. ചപ്പാത്തിയും കറിയും റെഡി ആയിട്ടുണ്ട്. ചൂട് പറക്കുന്ന ചൂട് ചപ്പാത്തി, ആവി പറക്കുന്ന അല്ലേ? അത് തന്നെ. മുട്ടക്കറി ഇതാണ് നമ്മുടെ സ്പെഷ്യൽ. മുട്ടയില്ലേ? മുട്ടയില്ലേ? മുട്ടയുണ്ട്, മുട്ടയുണ്ട്. മുട്ട ഞാനിങ്ങനെ ഉടയാതടി വെച്ചേക്കുന്നതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ചാറ് കറിയാത്. നമുക്ക് ചപ്പാത്തിൻ്റെ കൂട്ടത്തിലും അപ്പത്തിൻ്റെ കൂട്ടത്തിലില്ലേ, അതിലൊക്കെ നല്ല സൂപ്പറായിട്ട് വെക്കാൻ പറ്റുന്ന കറിയാണ്. തേങ്ങാപ്പാൽ പിഴിഞ്ഞ് മുട്ടക്കറി. കണ്ടോ ചപ്പാത്തി ടേസ്റ്റ് കേട്ടോ. ഒഫീഷ്യൽ ടേസ്റ്റ് മേക്കർ ഞാനാണ്. വരും. ഇങ്ങനെ ഒഴിക്കുക, ചിരിക്കേരം എടുക്കുക, ചാറടിക്കുക. കണ്ടോ? നോക്കാം, കഴിച്ചു കൊടുക്കാൻ ചെയ്യാം. അത് രുചിയുണ്ടോ നോക്കട്ടെ. കഴിച്ചു കാണിച്ചില്ലേ നിങ്ങൾ പറയും പിള്ളാച്ചൻ കള്ളം പറയുമോ? അങ്ങനെ വിചാരിച്ചു. കഴിച്ചായി ഞങ്ങളുടെ പരീക്ഷണമല്ല കേട്ടോ, സത്യമായിട്ട്. ഇവിടെ ഞാൻ മിക്കവാറും ഉണ്ടാക്കുന്നുണ്ട്. ചേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു. പക്ഷെ എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കത്തില്ലായിരുന്നു. പിന്നെ ഞാനൊരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ അത് നല്ല സെറ്റപ്പായിട്ട് വന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു സ്ഥിരം ഇത് തന്നെ, ചപ്പാത്തിയും മുട്ടക്കറിയും. ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾക്കും ഒരു സന്തോഷമാവും. ഓക്കെ, അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ള വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.